നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 5 വ്യാഴം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു തൈ നടാം ജനകീയ വനവൽക്കരണ പ്രചരണ പരിപാടികൾക്ക് ലോക പരിസ്ഥിതി ദിനമായി ഇന്ന് തുടക്കം കുറിക്കും. ഉദ്ഘാടനം 3:30 ക്ലിഫ് ഹൗസ് അങ്കണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. IPL കന്നി കിരീട നേട്ട ആഘോഷം വൻ ദുരന്തമായി, 11 പേർ മരണപ്പെട്ടു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ കന്നി IPL കിരീട നേട്ടം ആഘോഷിക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലും 13 വയസ്സുകാരൻ ഉൾപ്പെടെ 11 പേർ മരിച്ചു. വിരാട് കോഹ്ലി ഉൾപ്പെടെ RCB താരങ്ങളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അനുമോദിക്കുന്നതിനിടെയാണ് വൈകിട്ട് 5:15 സ്റ്റേഡിയത്തിനു മുന്നിൽ ദുരന്തമുണ്ടായത്. 47 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയർന്നേക്കാം. പരമാവധി 40,000 പേരെ ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയത്തിനു പുറത്ത് 2 ലക്ഷത്തിലധികം ആളുകൾ എത്തിയതാണ് ദുരന്തത്തിന് ഇടയായതെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം IPL കന്നിക്കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയാഘോഷ ചടങ്ങ് മഹാസങ്കടമായി. ആൾക്കൂട്ട നിയന്ത്രണത്തിലെ പാളിച്ചകൾ തന്നെയാണ് ദുരന്ത കാരണമെന്ന് വ്യക്തം. താരങ്ങളുമായി തുറന്ന ബസ്സിൽ വിജയഘോഷയാത്ര നടത്താൻ RCB ടീം പദ്ധതിയിട്ടിരുന്നെങ്കിലും സർക്കാർ അനുമതി നൽകിയില്ല. വിധാൻ സൗദയ്ക്ക് പുറമെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും ആഘോഷം നടത്താൻ വൈകിട്ട് 3-നാണ് അനുമതി നൽകിയത്. ടിക്കറ്റ് മുഖേന നിയന്ത്രിച്ചതിനാൽ സ്റ്റേഡിയത്തിലെ 3 ഗേറ്റുകൾക്ക് മുന്നിലും ആരാധകർ തടിച്ചുകൂടിയിരുന്നു. ഗേറ്റുകൾ തുറന്നപ്പോൾ ഉള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചവരെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശിയെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടയിലാണ് ദുരന്തമുണ്ടായത്. കോവിഡ് മൂലം മുടങ്ങിയ ജനസംഖ്യാ കണക്കെടുപ്പും രാജ്യത്തെ 93 വർഷത്തിനു ശേഷം പ്രഖ്യാപിച്ച ജാതി സെൻസസും 2027 അടിസ്ഥാന വർഷമാക്കി നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തിൽ തകർന്ന ദേശീയപാത ഡിസംബറോടെ യാത്രായോഗ്യമാക്കി നാടിന് സമർപ്പിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മെയ് മാസത്തിലെ റേഷൻ വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ മാസാന്ത്യ സ്റ്റോക്ക് എടുപ്പിനായി ഇന്നും ബക്രീദ് പ്രമാണിച്ച് 7-നും റേഷൻ കടകൾ അവധിയായിരിക്കും. ജൂണിലെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. ഗൾഫിൽ ബലിപെരുന്നാൾ നാളെ, അറഫ സംഗമം ഇന്ന്. ഹജ്ജിന്റെ ആത്മാവായ അറഫയിൽ തീർത്ഥാടക ലക്ഷങ്ങൾ ഇന്നെത്തും. കാലങ്ങളായി കാത്തിരുന്ന അറഫ സംഗമത്തിൽ അണിചേർന്ന് അവർ ആകാശത്തേക്ക് കൈകളുയർത്തി മനമുരുകി പ്രാർത്ഥിക്കും. തുടർന്ന് ലളിതമായ വെള്ള വസ്ത്രം മാറി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പെരുന്നാൾ ആഘോഷത്തിലേക്ക് തിരികെ മിനായിലെത്തി 3 ദിവസം കല്ലേറു കർമ്മം തുടരും. കണ്ടെയ്നർ കപ്പലിൽ നിന്ന് രാസപദാർത്ഥങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കടലിൽ കലർന്നതോടെ കേരളത്തിന്റെ തീരമേഖല നേരിടുന്നത് സമാനതകളില്ലാത്ത പരിസ്ഥിതി ദുരന്തം. ഈ വർഷത്തെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്ന് ആവാസ വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ്. എന്നാൽ അപകടത്തെ തുടർന്ന് തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യം ഇതുവരെ പൂർണ്ണമായി നീക്കാൻ കഴിഞ്ഞിട്ടില്ല. പെല്ലറ്റ് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തീരത്തുള്ളത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിർമ്മിച്ച രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠ ഇന്ന്. 101 ആചാര്യന്മാരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് വീർപ്പുമുട്ടുന്ന പ്രകൃതിക്ക് പരിസ്ഥിതി ദിനത്തിൽ ഒരു ആശ്വാസ വാർത്ത. ഉപ്പുവെള്ളത്തിൽ വീണാൽ മണിക്കൂറുകൾക്കുള്ളിൽ അലിഞ്ഞില്ലാതാകുന്ന പ്ലാസ്റ്റിക് ജപ്പാനിലെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു. നിലവിലുള്ള പെട്രോളിയം അധിഷ്ഠിത പ്ലാസ്റ്റിക്കിനോളം ബലമുള്ളതാണ് പുതിയ ഉൽപ്പന്നമെങ്കിലും ഉപ്പിനോട് ചേരുമ്പോൾ മൂലഘടകങ്ങളിലേക്ക് തനിയെ വിഘടിച്ചു പോവുകയാണെന്ന് ഇവർ വിശദീകരിച്ചു. ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസിലേക്ക് ആദ്യമായി നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കാനൊരുങ്ങി എയർ ഇന്ത്യ. ഒക്ടോബർ 1 മുതൽ ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിലേക്ക് നേരിട്ടുള്ള സർവീസ് തുടങ്ങും. വിദേശ രാജ്യങ്ങളിലേക്ക് ഓണവിഭവങ്ങൾ നേരത്തെ കപ്പൽ കയറുന്നു. US-മായി സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോഴും ആയിട്ടില്ലാത്തതിനാൽ 36% അധിക തീരുവയുടെ ഭീഷണിയിലാണ് വിഭവങ്ങളുടെ യാത്ര എന്നു മാത്രം. അമേരിക്കയുമായി സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒത്തുതീർപ്പായിട്ടില്ല. അതിനാൽ 10% അടിസ്ഥാന തീരുവയും 26% അധിക തീരുവയും ചേർത്ത് 36% ഇറക്കുമതി തീരുവ കൊടുക്കേണ്ടി വരുമെന്ന സ്ഥിതിയിലാണ് വിഭവങ്ങളുടെ ഇറക്കുമതി. അവിടെ ഇവയുടെ വിലയിലും അതനുസരിച്ച് വർധനയുണ്ടാകും. നിലവിൽ 3 പേർക്കുള്ള ശീതീകരിച്ച ഓണസദ്യയ്ക്ക് US-ൽ 2,500 മുതൽ 3,000 രൂപ വരെ വിലയുണ്ട്. ഉലുവ ഇലയും ഇനി സുഗന്ധവ്യഞ്ജന പട്ടികയിലേക്ക്. ഉലുവ മാത്രമല്ല, ഉലുവ ഇലയും ഇനി സുഗന്ധവ്യഞ്ജനം. സ്പൈസസ് ബോർഡാണ് ഉണക്കിയ ഉലുവയില സുഗന്ധവ്യഞ്ജന പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. IPL-ൽ 18ാം സീസൺ ചാമ്പ്യന്മാരായ ബംഗളൂരുവിന് സമ്മാനത്തുകയായി 20 കോടി രൂപ ലഭിക്കും. 2ാം സ്ഥാനത്തെത്തിയ പഞ്ചാബിന് 12.5 കോടി രൂപയാണ്
സമ്മാനത്തുക. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.